ഒരു നാട്ടിൽ ഭക്ഷണത്തിനൊപ്പം രോഗവും മരണവും വിളമ്പിയ ഒരു സ്ത്രീയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അത്ഭുതവും സഹതാപവും ഉണ്ടാക്കുന്ന കഥയാണ് ഇവരുടേത്. മനുഷ്യചരിത്രത്തിൽ ആദ്യമായി ക്വാറന്റൈൻ ചെയ്യപ്പെട്ട സ്ത്രീ, ഒരസുഖത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടയാൾ, 26 വർഷം ക്വാറന്റൈനിൽ കിടന്ന അവസാനം അവിടെ കിടന്ന് മരിച്ച ഒരു മനുഷ്യൻ, മേരി മാലൺ. മെഡിക്കൽ സയൻസ് ഇവരെ വിളിക്കുന്നത് ടൈഫോയിഡ് മേരി എന്നാണ്. അയർലൻഡിൽ ജനിച്ച ഇവർ 1883 അമേരിക്കയിലെത്തി ധനികരുടെ വീടുകളിൽ കുക്കായി ജോലി ചെയ്തു. ടൈഫോയിഡ് എന്ന മാരക രോഗം ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന ഒന്നാണ്. ടൈഫോയിഡ് മേരിയുടെ ശരീരത്തിൽ രോഗകാരി ബാക്ടീരിയ ഉണ്ടായിരുന്നെങ്കിലും ഒരു ലക്ഷണങ്ങളും ഇല്ലാത്ത ആളായിരുന്നു. ഇവരുണ്ടാക്കുന്ന ഭക്ഷണം വഴി ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്ന വീടുകളിലുള്ളവർക്ക് രോഗം പിടിപെടുകയും പലരും മരിക്കുകയും ചെയ്തു. ഇവരാണ് രോഗം പകർത്തുന്നതെന്ന് മനസ്സിലാക്കി ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ഒരു ദ്വീപിലേക്ക് അയച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി ചെയ്യില്ലെന്ന ഉറപ്പിൽ ഇവരെ പുറത്തുവിട്ടു. എന്നാൽ പേര് മാറ്റി ഇവർ വീണ്ടും പഴയ ജോലിക്ക് ഇറങ്ങുകയും ഒരുപാട് പേർക്ക് അസുഖം പകർത്തുകയും പലരും മരിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവർ ക്വാറന്റൈനിലാവുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകൾക്ക് ടൈഫോയിഡ് പടർത്തിയവർ ഇന്നും ടൈഫോയിഡ് മേരി എന്നറിയപ്പെടുന്നു.